السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആലയെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ പടച്ച റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ അലങ്കരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. പലരും കുടുംബ ജീവിതവുമായി മുന്നോട്ട് പോകുന്നവരും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ നല്ല പോലെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മേഖലയിൽ നിൽക്കുന്നവരും, ഇതുപോലെ വ്യത്യസ്തമായ രംഗങ്ങൾ അലങ്കരിക്കുന്ന ആളുകളാണ് നാം ഓരോ വിശ്വാസികളും. ഇതെല്ലാം ദുനിയാവിൽ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എത്ര തന്നെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടി വന്നാലും ഈ ദുനിയാവിനൊരു അവസാനമുണ്ടെന്നും ശേഷം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് ഒരു മടക്കമുണ്ടെന്നും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഈ ദുനിയാവിൽ നമ്മൾ സ്വരുക്കൂട്ടിയിട്ടുള്ള സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യങ്ങളെല്ലാം ഇവിടെ പൂർണ്ണമായും ഒഴിവാക്കി ബർസഖിയായ ഒരു ലോകത്തേക്ക് നമ്മളെല്ലാവരും കടക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെയും നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന ദുനിയാവിന്റെ നിസ്സാരതയെ സംബന്ധിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ തന്നെ വിശദീകരണങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ മതാഉദ് ദുനിയ ഖലീലുൻ വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ വലാ തുദ്ലമൂന ഫതീല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, മതാഉദ് ദുനിയ ഖലീലുൻ, ദുനിയാവിലെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ സുഖാനുഭവങ്ങൾ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നവ്യാനുഭവങ്ങൾ, ഇതെല്ലാം വളരെ തുച്ഛമാണ്. വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ, പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ളത്. വലാ തുദ്ലമൂന ഫതീല, എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളോട് ഒരിക്കലും ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുകയുമില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ഒരു ആയത്തിലൂടെ തന്നെ വളരെ വ്യക്തമായ കാര്യമാണ്, ദുനിയാവ് അത്രയും നിസ്സാരമാണ്. ഇവിടേക്ക് നമ്മൾ കടന്നു വന്നു, വർഷങ്ങളോളം ജീവിച്ചു, അതിനിടയിൽ പല ജോലികളും നമ്മൾ ചെയ്തു. ഒരിക്കലും ഒരുപക്ഷെ കണക്കാക്കാൻ പറ്റാത്ത തോതിലുള്ള രൂപത്തിൽ സമ്പാദ്യങ്ങൾ നമ്മൾ നേടിയെടുത്തു. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നേടിയെടുത്താലും ശരി, അത് ഈ ദുനിയാവിൽ വിട്ടൊഴിഞ്ഞുകൊണ്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മടക്കപ്പെടേണ്ട ആളുകൾ തന്നെയാണ് നാം ഓരോ ആളുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിന് മുമ്പിൽ ഈ ദുനിയാവിന്റെ നിസ്സാരതയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ അവിടുത്തെ വിരലുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു, ഇതുപോലെയാണ് ദുനിയാവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അതല്ലെങ്കിൽ അതുമായി കൊണ്ടുള്ള ബന്ധം. അതുപോലെ പ്രവാചകൻ ഒരിക്കൽ അവിടുത്തെ വിരൽ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി ഉയർത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളം എത്രമാത്രമുണ്ടോ അതുപോലെയാണ് ദുനിയാവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരിക്കൽ ഒരു സഹാബിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയുണ്ടായി, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ ആയിത്തീരണം. ഇവിടെ വെറും ഒരു അപരിചിതനായ ഒരു അവസ്ഥയിൽ നീ കഴിയണം. ഔ ആബിറു സബീൽ, അതുമല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രം ഈ ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്.
ഈ സംസാരം കേട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, നീ പ്രദോഷത്തിലേക്ക് കിടന്നാൽ ഒരിക്കലും പ്രഭാതത്തെ കരുതാനേ പാടില്ല. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ, നീ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചാൽ പ്രദോഷത്തെയും നീ കരുതാൻ പാടില്ല. ഇന്ന് ആളുകൾ വലിയ പ്രതീക്ഷയിലാണ്. ഒരു ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ ഒരു പുലരിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ വലിയ വലിയ പ്ലാനുകളുമായി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന ദിവസം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന വർഷം ഇന്ന പോലെ ഞാൻ പ്രവർത്തിക്കും, അതുമല്ലെങ്കിൽ പല കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കും. ഇങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എല്ലാ ദിവസവും ഇതുപോലെ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഭൂരിഭാഗം ജനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്വഹാബത്തിന് സംസാരം നോക്കും, വൈകുന്നേരത്തിൽ പ്രവേശിച്ചാൽ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കേണ്ടതേയില്ല. അത്രയും ഗൗരവത്തോടുകൂടി സൂക്ഷ്മമായ രൂപത്തിൽ സഹാബികൾ നമ്മോട് സംസാരിക്കുകയാണ്. മാത്രമല്ല അവർ പറഞ്ഞു, വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യപരമായ അവസ്ഥ, ആരോഗ്യമുള്ള സമയത്ത് നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ ചെയ്യണം. നമുക്കറിയുന്ന ആളുകൾക്കിടയിൽ ധാരാളമായി വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇബാദത്തുകളുടെ വിഷയം, ഹജ്ജ് ഉംറ പോലെയുള്ള കാര്യങ്ങൾ. അതിന് നമ്മുടെ താടിരോമങ്ങളും തലമുടിയെല്ലാം നിരക്കുന്ന പ്രായം വരെ ആളുകൾ കാത്തിരിക്കും. അതുവരെ തിന്മകൾ ചെയ്യും, ദുനിയാവിൽ തോന്നിയതുപോലെ അവർ ജീവിക്കും. എന്നിട്ട് വയസ്സായി നല്ല പോലെ നിവർന്നു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ, സുജൂദ് നല്ല പോലെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, നല്ല പോലെ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മാത്രമാണ് അവർക്കൊരു തോന്നൽ, ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോഴേക്കും നല്ല പോലെ റബ്ബിന് മുന്നിൽ സ്വസ്ഥമായി മാറിയിരുന്ന് ഇബാദത്തുകൾ ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യമാണ്. ഇനി വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഇതിനൊരു അറ്റമില്ലാതെ കോടാനുകോടി അതല്ലെങ്കിൽ ധാരാളം വർഷങ്ങൾ ഇങ്ങനെ ജീവിച്ചു തീർക്കുക എന്നതല്ല, മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിൽ നിന്നും റൂഹിനെ പിടികൂടപ്പെടുന്ന ഒരു ദിവസം കടന്നു വരാനാണ്. എപ്പോഴാണ് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനും മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ലോകത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിപ്പിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടെ നിന്ന് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്, എൻ്റെ മരണം ഇന്ന ദിവസമാണ്, അതല്ലെങ്കിൽ നാളെയാണ് ഞാൻ മരിക്കുക, ഇന്ന ഇന്ന വ്യക്തികൾ ഇന്ന സമയത്ത് മരണപ്പെടും എന്ന് പറയാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. ഏത് സമയവും നമ്മുടെ റൂഹിനെ പിടികൂടും. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്, നമ്മുടെ പ്രിയതമ, നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ മക്കൾ, ഒരുപക്ഷെ അവരുടെ എല്ലാം മരണം നേർക്ക് നേരെ കണ്ട് വിറങ്ങലിച്ച് ഒരു വാക്കുപോലും ഉരിയാടാൻ കഴിയാതെ പ്രയാസത്തോടുകൂടി സ്തംഭിച്ചു നിൽക്കുന്ന ഘട്ടത്തിലൂടെ കടന്നുപോയവരും ഒരുപക്ഷെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഇങ്ങനെ പല അവസ്ഥകളും അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളെയും വിശദീകരിച്ചു. നമ്മുടെ ജനനം, അതുപോലെ തന്നെ നമ്മുടെ ശരീരഘടനകൾ, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഹുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, തീർച്ചയായും അതിനുശേഷം നിങ്ങളെല്ലാവരും മരിച്ചു പോകും. സൂറത്തുൽ മുഅ്മിനൂനിന്റെ ഒരായത്താണ്. അതിൽ ആദ്യ പേജിൽ തന്നെ അതിന്റെ പകുതി കഴിയുമ്പോഴേക്കും ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിന്റെ ബീജം കിടക്കുന്നതും ഭ്രൂണമായി മാറുന്നതും അതുപോലെ അസ്ഥിയായി മാറുന്നതും അതിനെ മാംസം കൊണ്ട് പൊതിയുന്നതും എല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നല്ലൊരു യുവാവായി നിങ്ങൾ മാറി ആരോഗ്യത്തോടുകൂടി ദുനിയാവിൽ ഇങ്ങനെ ചെലവഴിച്ച് അവസാനം തുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, ശേഷം നിങ്ങൾ എല്ലാവരും മരണപ്പെടുന്നതായിരിക്കുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ഒരു കാര്യം അംഗീകരിക്കാത്തൊരു മനുഷ്യരെയും ഈ ഭൂമി ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. പ്രായഭേദമന്യേ എല്ലാ മതത്തിലുള്ള ആളുകളും ഒരേപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്, എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ്. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതിന് എത്ര വലിയ ഗവേഷണങ്ങൾ നടത്തിയാലും ശരി, എത്ര വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ആളുകൾ കൊണ്ടുവന്നാലും ശരി, മരണം എന്ന കാര്യം, അതിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തൊരു കാര്യമാണ്. കാരണം ഇത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം
ഇതേപോലെ നിങ്ങളെല്ലാവരും മരിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്തുകൊണ്ട് ഈ പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ ഇതെല്ലാം കൃത്യമായ ആളുകൾ അംഗീകരിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ വേർപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലർക്കും ഇന്ന് മരണം എന്ന് പറയുന്ന ഒരു കാര്യം അതൊരു തമാശ രൂപേണ കാണുന്ന ആളുകളുണ്ട്. ദുനിയാവിൽ ജീവിച്ചു ഒരു 40, 50, 60 വയസ്സ് കഴിഞ്ഞാൽ മരിച്ചു പോകും, അതോടുകൂടി ജീവിതം അവസാനിക്കും, ഇങ്ങനെ നിസ്സാരമായി പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ മരണത്തിന്റെ വേദനയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഭംഗിയായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും വേദനയായിരിക്കും ആ മരണത്തിനുണ്ടാവുക. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അതിന്റെ വേദന ആസ്വദിക്കാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും ഏതൊരു മനുഷ്യനും മരണം അത് അനുഭവിക്കും, അതിന്റെ വേദനയും അവൻ അറിയും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമാണ് പൂർണ്ണമായി നിങ്ങൾ നൽകപ്പെടുക. ഇവിടെ നമ്മൾ നിസ്കരിക്കുന്നു, ഇവിടെ സ്വതക്കകൾ ചെയ്യുന്നു, മറ്റിതര കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇതിനെല്ലാം പ്രതിഫലം നമുക്ക് നൽകപ്പെടുന്നത് ഒരുപക്ഷെ ദുനിയാവിൽ അതിന്റെ ചെറിയൊരു ഭാഗം നൽകപ്പെട്ടാൽ പോലും പൂർണ്ണമായ രൂപത്തിൽ അത് നാളെ പുനരുത്ഥാന നാളിലായിരിക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. എന്നിട്ട് ഇതേ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് അവനെ വിദൂരമാക്കുകയും അല്ലാഹു തആലയുടെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ഒരാൾ ചെയ്താൽ ഫഖദ് ഫാസ്, അവർക്കാണ് വിജയം ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ദുനിയാവിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു കൂടിയിരിപ്പ് പോലും എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂടിയിരുന്നിട്ടുള്ളത്? ഒരുപക്ഷെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വന്നിരിക്കുന്ന ആളുകളുണ്ട്. ഏത് രൂപത്തിലായാലും നമ്മൾ ഇരിപ്പ് പോലും അല്ലാഹു തആലയുടെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ്, റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് പോലും. എങ്കിൽ ഇതിനുള്ള പ്രതിഫലം നമുക്ക് നൽകപ്പെടുക, പൂർണ്ണമായി നൽകപ്പെടുക അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരലോകത്ത് വെച്ചായിരിക്കുമെന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകൾ പറയും മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു, അതുകൊണ്ട് തന്നെ മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിയാത്ത ചില ആളുകളൊക്കെ എന്ത് ചെയ്തു? അവർ ആത്മഹത്യയിലേക്ക് പോയി. ജീവനെ വെറുതെ ഹനിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് മാറിയ മുസ്ലിങ്ങളല്ലാത്ത ആളുകളിലും യഥേഷ്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും, ഒരു പ്രയാസം വരുമ്പോഴേക്കും എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് അതോടുകൂടി എല്ലാം ഇതാ തീർന്നിരിക്കുന്നു, എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ. ചിലർ പറയും അടുത്ത ജന്മത്തിൽ ഞാൻ പുതിയൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടും, അതല്ലെങ്കിൽ മറ്റൊരു ജീവിയായി ഞാൻ കടന്നു വരും, അതുമല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായി ഞാൻ കടന്നു വരും. ഏതായാലും ഈ ഒരു കാലയളവിലെ ഈ ഒരു ആയുസ് എന്തായാലും ഇങ്ങനെ നശിച്ചു പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ചിന്തകൾ ഹൃദയത്തിലേക്ക് കടന്നു വരാനേ പാടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചാൽ അവിടെയും നമുക്ക് കാണാൻ കഴിയും, ഈ ദുനിയാവല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന പരലോകത്തിന് മുന്നോടിയായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. ഇവിടെ നമുക്ക് പരീക്ഷണാർത്ഥം നൽകിയിട്ടുള്ള സമയമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു തആല പറഞ്ഞത്, ജീവിതവും മരണവും നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ഏറ്റവും നല്ല പോലെ അമലുകൾ ചെയ്യുന്നത് ആരെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. ഇത് നമുക്ക് നൽകപ്പെട്ടൊരു ജീവിതമാണെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വേണ്ടത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ആയുസ് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ്. നന്മകളും തിന്മകളും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും വലിയൊരു താക്കീതാണ് മരണം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ, നിനക്ക് ഉപദേശകനായി മരണം മാത്രം മതി. ഒരു ഹറാമിലേക്ക് നീ പോകുമ്പോൾ ആ സമയത്ത് നിന്റെ മനസ്സിൽ ചിന്ത വേണം, ഈ സമയത്തെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയാൽ. ഒരു തിന്മയിലേക്ക് നീ കിടക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, ഈ തിന്മ ചെയ്തുകൊണ്ടാണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ. ഒരു ഹറാമ് കാണുന്ന, ഒരു ഹറാമ് കേൾക്കുന്ന, ഏതെങ്കിലും ഒരു വ്യക്തിയെ വഞ്ചിക്കുന്ന ഒരു സമയത്ത്, പടച്ച റബ്ബ് അങ്ങേയറ്റം വെറുക്കുന്ന ശിർക്ക് ചെയ്യുന്ന ഒരു സമയത്താണ് നിന്റെ റൂഹിനെ പിടികൂടുന്നതെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, അത് നമ്മെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു മുസീബത്തായിരിക്കും. നമ്മെ ബാധിക്കുന്ന ഏറ്റവും വലിയ മുസീബത്താണ്.
അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം മരണത്തെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ അമ്പിയാക്കളിലേക്ക് നോക്കൂ, മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ തങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് നൽകുന്ന വളരെ നമ്മുടെ എല്ലാം ഹൃദയത്തിന് വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ അവർ നൽകിയതായി കാണാൻ കഴിയും. വവസ്സാ ബിഹാ ഇബ്രാഹിം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവർ തങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബനിയ, പൊന്നു മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ അവസാന കാലഘട്ടങ്ങളിൽ സന്താനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന വാക്യമാണ്, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ഈ ദീൻ പടച്ച റബ്ബ് നിങ്ങൾക്ക് അങ്ങേയറ്റം തൃപ്തികരമായി നൽകിയിട്ടുള്ള ഒരു മതമാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു മതത്തിലാണ് ഇന്ന് നിലകൊള്ളുന്നത്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്, ഖുർആനും ഹദീസും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, റബ്ബിന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കുകയും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതിനെ അനുധാവനം ചെയ്യുന്ന ആളുകളുമാണ് നമ്മൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഈ ദീൻ പടച്ച റബ്ബ് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും മക്കളെ വിളിച്ചുകൊണ്ട് പറയാം. എന്നിട്ട് അവർ പറഞ്ഞു, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇത് നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ മക്കളോട് പറയാൻ പറ്റിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇന്ന് നമ്മുടെ ജീവിച്ചിരിക്കുന്ന, നമ്മൾ കൈപിടിച്ച് നമ്മൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകുന്ന, ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് നൽകാറുണ്ട്. എങ്കിൽ അവരെ വിളിച്ച് എപ്പോഴെങ്കിലും നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല. മുസ്ലിമായി നീ ജീവിക്കണം, ഇസ്സത്തോടുകൂടി നീ ജീവിക്കണം. ഒരാളുടെ മുമ്പിലും ഈ ആദർശം നിങ്ങൾ അടിയറവ് വെക്കേണ്ട ഒരു കാര്യമല്ല. റബ്ബിന് മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുന്ന ആളുകളായി മാറി ഇസ്സത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെ വിളിച്ച് ഇതുപോലുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും മക്കളുടെ കാര്യത്തിൽ നൽകുന്ന ഉപദേശം എന്താണ്? നല്ലപോലെ പഠിക്കണം, നന്നായി പഠിച്ചാൽ മാത്രമാണ് നല്ല ജോലി കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പ്രയാസമാണ്. നീ ഉപ്പയെ പോലെയോ ഉമ്മയെ പോലെയോ അല്ല നീ ആകേണ്ടത്, മറിച്ച് ഏതെങ്കിലും നാട്ടിൽ അറിയപ്പെട്ട അങ്ങേയറ്റം ധനാഢ്യരായ ആളുകളിലേക്ക് അവരെ ചൂണ്ടിക്കാണിച്ച് അതേപോലെ നീ ആകണം, അവർ ജീവിക്കുന്ന പോലെ നീ ജീവിക്കണം എന്നുപദേശിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഒരിക്കലും ഇങ്ങനെയല്ല. ഈ ശബ്ദം സാഗൂതം ശ്രവിക്കുന്ന എൻ്റെ പ്രിയങ്കരരായ സഹോദരങ്ങളോട് പറയാനുള്ളത്, സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ദീനി ചുറ്റുപാടോടുകൂടി നമുക്ക് വളർത്താൻ സാധിക്കണം. അവർക്ക് നിരന്തരം റബ്ബിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അവരുടെ ഹൃദയത്തിൽ ഒരു ഹറാമ് കണ്ടാൽ അതിലേക്ക് അവർക്ക് വളരെയധികം വെറുപ്പോടുകൂടി അതിനെ സമീപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ മാറ്റാൻ സാധിക്കണം. മാതാപിതാക്കളെ നല്ലപോലെ സ്നേഹിക്കുന്ന ആളുകളാക്കി മാറ്റണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളോട് മാന്യമായ രൂപത്തിൽ പെരുമാറുന്ന മക്കളാക്കി വളർത്താൻ നമുക്ക് സാധിക്കാം. എപ്പോഴും പരലോക സംബന്ധമായ ഓർമ്മകൾ നമ്മുടെ മക്കൾക്ക് എപ്പോഴും നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. അമ്പിയാക്കൾ തന്നെ സ്വമേധയാൽ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിങ്ങളായി നീ ഞങ്ങളെ മരിപ്പിക്കണമേ, മുസ്ലിങ്ങളായി നീ ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് എല്ലാ അമ്പിയാക്കളും അവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത, ഒരിക്കലും പിന്മാറാൻ കഴിയാത്ത ആ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം അത് ഇന്നല്ലെങ്കിൽ നാളെ, അടുത്ത സെക്കൻഡിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരും. ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി വേണം ഓരോ നിമിഷവും നമുക്ക് മുന്നോട്ട് പോകാൻ. ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും ഇത്തരം മരണചിന്ത നമ്മുടെ മനസ്സിൽ വരണം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പക്ഷേ സന്തോഷത്തോടു കൂടി കുടുംബമായി ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പരസ്പരം തമാശകൾ പറഞ്ഞ് മക്കളുടെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ രാത്രിയിൽ ചെലവഴിച്ച് അവസാനം സലാം പറഞ്ഞ് അവർക്ക് നമ്മുടെ മക്കളെ ചേർത്ത് ചുംബനം നൽകി സമാധാനപരമായി നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കാറുണ്ട്. നമുക്ക് പറയാൻ കഴിയില്ല, നാളെ ഒരു പക്ഷേ നമ്മുടെ മയ്യത്തായിരിക്കാം നമ്മുടെ മക്കൾ കാണുക, അതല്ലെങ്കിൽ ജീവനില്ലാത്ത നമ്മുടെ മക്കളെയാകും നമ്മൾ കാണുക. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാർ ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ൽ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിക്കളയുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടില്ല, ഒരിക്കലും പ്രയോജനപ്പെടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചൊരു സമയമുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും
അള്ളാഹു നമുക്കൊരു അജൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് കൃത്യമായി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പറയുകയാണ്. തഫ്സീർ സഅദിയിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ വിധിയും തീരുമാനവും വന്നാൽ പിന്നീട് ഒരു നടപടിയും പ്രയോജനപ്പെടുകയില്ല. അത് വലിയ കഴിവുള്ള ഡോക്ടർമാർ വന്നു നമുക്ക് ബാധിച്ച രോഗം മാറ്റാൻ അവർ പറയും, ഞങ്ങൾ ഉറപ്പു തരുന്നു, ഇത്ര ലക്ഷം കിട്ടിയാൽ, ഇത്ര കോടി നിങ്ങൾ നൽകിയാൽ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം നൽകുന്നു, ഇന്ന വ്യക്തിയുടെ ജീവൻ ഞങ്ങൾ തിരികെ നൽകാം. ഒരിക്കലും കഴിയില്ല. അള്ളാഹുവാണ് തീരുമാനങ്ങൾ എടുക്കുന്നവൻ. അവൻ നമുക്ക് ഇന്ന സമയത്ത് മരിക്കണമെന്നൊരു തീരുമാനം പടച്ചറബ് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരടി പോലും നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅ വലാ യസ്തഖദിമൂൻ. അള്ളാഹു തആല പറഞ്ഞതാണ്, അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ ഒരു നാഴിക നേരത്തേക്ക് പോലും അവർക്കത് നീട്ടിക്കിട്ടുകയില്ല. ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടിക്കിട്ടുകയില്ല. അത് നേരത്തെയുമാവുകയില്ല. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. അവരിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോൾ അവർ പറയും, റബ്ബേ ഞങ്ങളൊന്ന് മടക്കണം, ലഅല്ലി യഅമലു സാലിഹൻ ഫീമാ തറക്ത്. അവർ പറയും, ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്, കൃത്യമായി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, നല്ലപോലെ നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, റബ്ബേ നിന്റെ മുമ്പിൽ ഇരു കരങ്ങളും നീട്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല, അള്ളാഹുവെ നിന്നെ സ്തുതിക്കാൻ കഴിഞ്ഞിട്ടില്ല, തസ്ബീഹുകൾ ചൊല്ലാൻ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട് റബ്ബേ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പല ദിക്റുകളും അറിയാമായിരുന്നുവെങ്കിലും ഞങ്ങൾക്കത് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, ഒന്ന് ചെറിയൊരു സമയം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പറയും, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഒരിക്കലുമില്ല, അത് വെറും ഒരു വാക്ക് മാത്രമാണ്, നിങ്ങൾ പറയുന്ന കേവലം ചില വാക്ക് മാത്രമാണ്. ഹുവ ഖായിലുഹാ, അതവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചിലർ പറയും, മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇന്ന സ്ഥലങ്ങളിലേക്ക് മാറിയാൽ, ആരുമില്ലാത്ത സ്വസ്ഥമായി ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നാൽ രക്ഷപ്പെടാൻ പറ്റുമെങ്കിലോ? അള്ളാഹു അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കെ, പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുക? അള്ളാഹു തആല പറഞ്ഞില്ല, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഏതൊരു മരണത്തെ തൊട്ടാണ് നിങ്ങൾ പേടിച്ചുകൊണ്ട് ഓടി മാറുന്നത്, ഓടി ഒളിക്കുന്നത്, ആ മരണത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങൾക്ക് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ശേഷം രഹസ്യവും പരസ്യവും അറിയാൻ കഴിയുന്ന, എല്ലാം അറിയുന്ന അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് ലോകത്തിലെ തന്നെ എത്ര വലിയ കെട്ടുറപ്പുള്ള ഒളിത്താവളങ്ങളിൽ നിങ്ങൾ മറഞ്ഞിരുന്നാലും ശരി, വലിയ വലിയ സന്നാഹങ്ങളുമായി നിങ്ങൾ കൂടിയിരുന്നാലും ശരി, നിങ്ങളെ സംരക്ഷിക്കാൻ ലോകത്തുള്ള മുഴുവൻ ഉപകരണങ്ങളുണ്ടെങ്കിൽ പോലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ സമയമായി കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ അവിടേക്ക് എത്തും. ഒരുപക്ഷെ സ്വന്തം വീട്ടിലായിക്കൊള്ളണമെന്നില്ല, വേറെ നാടുകളിൽ, അതുമല്ലെങ്കിൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ, അതുമല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പുണ്യകരമായ ഒരു നാടായി പഠിപ്പിച്ച മക്ക, അത് ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ല. പല ആളുകളും പ്രാർത്ഥിക്കാനും മക്കയിലേക്ക് എത്താൻ, അവിടെ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും. ഒരുപക്ഷെ നമ്മൾ കരുതും ഒരിക്കലും അവിടെ എത്താൻ പോലും കഴിയില്ല എന്ന് പറയുന്നവർ അവിടെ പോയി മരണപ്പെടുന്നവരെയും നമ്മൾ കണ്ടുവരാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത്, ഒരു അടിമ മരിക്കണമെന്ന് പടച്ചറബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭൂമിയിൽ അവൻ ഇന്ന സ്ഥലത്ത് മരണപ്പെടണമെന്ന് പടച്ചറബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ജഅല ലഹു ഇലൈഹ ഹാജ, അവിടേക്ക് പോകാൻ ഒരാവശ്യം പടച്ചറബ് അവന് കൊടുക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവിടേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എത്തിക്കും. മറ്റൊരായത്തിൽ പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ, കെട്ടുറപ്പുള്ള കോട്ടകളിൽ ഒളിച്ചാലും ശരി, അവിടേക്ക് നിങ്ങളിലേക്ക്, അവിടെയാണെങ്കിൽ പോലും അവിടെയും മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. റൂഹ് പിടിക്കുന്ന സമയം നമുക്കറിയാം, നിസ്സഹായരായി നിൽക്കുകയല്ലാതെ നമുക്കൊന്ന് തട്ടിമാറ്റി അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരിക്കും. അത്രയും നിസ്സഹായമായ ഒരു അവസ്ഥയായിരിക്കും ആ മരണം സംഭവിക്കുന്ന സമയമെന്ന് നമുക്കറിയാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അത് ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താൻ കഴിയാത്തത് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് മരണം സുനിശ്ചിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വേണ്ടത് എന്താണ്? മരണത്തിന് മുന്നോടിയായി
നമുക്ക് ഈ ദുനിയാവിൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യണം. ഹറാമിലേക്ക് പോകാതെ, പലിശ ഭുജിക്കാതെ, വ്യഭിചാരത്തിലേക്ക് പോകാതെ, മോശമായ കാര്യങ്ങൾ ചെയ്യാതെ, ഹറാമുകൾ ചെയ്യാതെ, വൃത്തികേടുകളിലേക്ക് പോകാതെ, അള്ളാഹു തആല കൽപ്പിച്ച പോലെ അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ നമുക്ക് സ്വസ്ഥമായി മരണപ്പെടാനും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും നമുക്ക് സാധിക്കും. അതല്ലാതെ ഒരുവൻ ഒരു ഹറാമ് കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ റൂഹിനെ പിടികൂടിയാൽ, പലിശ തിന്നുന്നതിനിടയിൽ ഒരുത്തന്റെ ജീവനെ പിടികൂടിയാൽ, അതുമല്ലെങ്കിൽ ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുവന്റെ റൂഹിനെ പിടികൂടിയാൽ എത്ര മോശമായ കാര്യമായിരിക്കും. അതേ അവസ്ഥയിലായിരിക്കും നാളെ പരലോകത്ത് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. യുബഅതു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. ഏത് രൂപത്തിലാണ് ഒരുവൻ മരണപ്പെടുന്നത് അതേപോലെ ആയിരിക്കും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. പലിശ തിന്നവനായി, വ്യഭിചരിക്കുന്നവനായി, ഹറാമ് കാണുന്നവനായി, ഹറാമ് തിന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ മരിച്ചാൽ അതേപടി അല്ലാഹു തആല അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എങ്കിൽ എത്ര അപമാനകരമായിട്ടുള്ള ഒരു മരണമായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നേരിട്ടിട്ടുണ്ടാവുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിലായിരിക്കെ മരണപ്പെടുന്നു, നോമ്പുകാരനായിരിക്കെ മരണപ്പെടുന്നു, അള്ളാഹു തആലയെ ദിക്ർ ചെയ്യുന്നവനായിക്കൊണ്ട് മരണപ്പെടുന്നു. എങ്കിൽ എത്ര ഇസ്സത്തുള്ള മരണമായിരിക്കും, എത്ര സ്വസ്ഥമായ മരണമായിരിക്കും. അവന്റെ കൂടെയുള്ള ആളുകൾക്ക് പോലും, അവന്റെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ഭാര്യക്ക്, ഭർത്താവിന് സമാധാനത്തോടുകൂടി ജീവിക്കാം. അവർക്ക് പറയാം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ അവർ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു മരിച്ചത്. അവർ ഒരു ജുമഅ ദിവസമായിരുന്നു മരണപ്പെട്ടത്. അവർ അല്ലാഹു തആലയുടെ ദീൻ പഠിക്കുന്നതിനിടയിലാണ് അവർ മരിച്ചത്. സുജൂദിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത്. നമുക്ക് സമാധാനമാണ്, നമുക്ക് സ്വസ്ഥമാണ്. അവരുടെ പരലോകം രക്ഷയുണ്ടാകുമല്ലോ എന്നൊരു പ്രതീക്ഷയോടുകൂടി പ്രിയമുള്ള സഹോദരങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഹജ്ജ് നിർവഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ ഒരു സ്വഹാബി കടന്നു വന്നു. അദ്ദേഹം തന്റെ വാഹന മൃഗത്തിന്റെ പുറത്തായിരുന്നു. അങ്ങനെ ആ വാഹന മൃഗത്തിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വീഴുകയും ഉടനടി അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇഹ്റാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ. അദ്ദേഹത്തെ സിദറിന്റെ വെള്ളം കൊണ്ടും മറ്റും അദ്ദേഹത്തെ നിങ്ങൾ കുളിപ്പിക്കണം. വകഫിനൂഹു ഫീ തൗബൈൻ. 2 വസ്ത്രങ്ങളെ കൊണ്ട് കഫൻ പുടവ നൽകണം. വല തമസുഹു തീബ. ഒരിക്കലും അത്തർ പോലെയുള്ള സുഗന്ധങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിങ്ങൾ പുരട്ടാൻ പാടില്ല. ആ ഇഹ്റാമിന്റെ സമയത്ത് ആ രൂപത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. വലാ തുഖമ്മിറു റഅസ. സാധാരണ നമുക്കറിയാം, ഒരാൾ മരിച്ചാൽ നമ്മുടെ കഫൻ പുടവ പൂർണ്ണമായി പൊതിയുകയും എല്ലാ ഭാഗങ്ങളും കെട്ടി ഉറപ്പുവരുത്തും. അതുപോലെ നല്ലപോലെ സുഗന്ധങ്ങളെല്ലാം പൂശും, തലയെല്ലാം മറക്കും. പ്രവാചകൻ പറഞ്ഞു, ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആ തലയെ നിങ്ങൾ വിട്ടേക്കണം, ആ തലഭാഗം നിങ്ങൾ തുറന്നിടണം, തല മറക്കാൻ പാടില്ല, അത്തർ പുരട്ടാൻ പാടില്ല. ഇതുപോലെ നല്ല വെള്ളം കൊണ്ട് അവരെ നിങ്ങൾ ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ യബ്അതുഹു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ലബ്ബൈക ചൊല്ലി നാളൊരു ഹാജിയായി പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ എങ്ങനെയാണോ നീ മരിക്കുന്നത് അതേ രൂപത്തിലാണ് നാളെ നീ ഖിയാമത്ത് നാളിൽ ഉയർത്തപ്പെടുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അന്ത്യസമയം നന്നാക്കുക എന്നത്, മരണത്തിന്റെ ആ സമയം അതെപ്പോഴെന്നറിയില്ല. അതുകൊണ്ട് എല്ലാ സമയങ്ങളും നല്ല പോലെ ജീവിക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ അവസ്ഥ നോക്കൂ. കുട്ടികളെന്നോ അതല്ലെങ്കിൽ യുവാക്കളെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരേ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ജീവിതം. ഇത് ആസ്വദിക്കാതെ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ഈ ഒരു തലമുറ മാറിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനെ പേടിക്കാതെ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ ഒന്നുപോലും പഠിക്കാതെ, ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ വെറും താന്തോന്നികളായി ജീവിക്കുക എന്ന ഉദ്ദേശത്തിൽ പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ചു തീർക്കാനുള്ള ഒരു ജീവിതമല്ല, ഇതിനൊരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഒരു 50 കൊല്ലം കിട്ടിയ ജീവിതം അതിങ്ങനെ അടിച്ചു പൊളിച്ചു തീർക്കുക, ഇങ്ങനെ പറഞ്ഞ് വെറുതെ നശിപ്പിച്ചു കളയുന്ന ഒരു ജീവിതമല്ല നമ്മുടേത്. മറിച്ച് ഇതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഈ ശരീരത്തെ യുവാക്കൾ അതല്ലെങ്കിൽ ഇവിടെയുള്ള പുരുഷന്മാർ അവർ മയ്യത്തിൻ കട്ടിലിൽ ചുമന്നുകൊണ്ട് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് അവിടെ അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് പൂർണ്ണമായും ആ മണൽത്തിട്ടകൾക്കടിയിലേക്ക് നമ്മുടെ ശരീരത്തെ വെച്ച് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദുആകളെല്ലാം ചെയ്ത് അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അവിടെ മലക്കുകൾ കടന്നു വരും. നിന്റെ റബ്ബാരെന്ന് ചോദിക്കും. ഈ ദുനിയാവിൽ ഒരു ദീനും പഠിക്കാത്തവൻ എങ്ങനെയാണ് റബ്ബ് അല്ല എന്ന് പറയുക?
നിന്റെ റസൂലാണെന്ന് ആരെന്ന് ചോദിക്കും. അവൻ റസൂലിനെ പറ്റി പഠിച്ചിട്ടില്ല, സുന്നത്ത് എന്താണെന്ന് അറിയില്ല. അവൻ ഇവിടെ ഈ കിട്ടിയ ചെറിയൊരു കാലയളവിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചു, സകല ഹറാമും ചെയ്തു, സകല വൃത്തികേടുകൾ കണ്ടു, വൃത്തികേടുകൾ കേട്ടു, ആളുകൾക്ക് മുമ്പിൽ ഒരു കോമാളിയായി ജീവിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിനോടൊപ്പം ഞാൻ ജീവിക്കണ്ടേ, അതേപോലെ ഞാൻ മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ അവന്റെ ജീവിതം വെറുതെ നശിപ്പിച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് ചില ആളുകൾ ഷിർക്ക് ചെയ്യുന്ന ആളുകളായി മരണപ്പെടുന്നു. അവർ പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണ്, പക്ഷേ മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, അവരുടെ ആഘോഷങ്ങൾ എൻ്റെ ആഘോഷമാണ്, അവരുടെ ദീൻ എന്റെയും ദീനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രൂപത്തിലേക്ക് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. മരണം എന്നത് അത്രയും ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ഹുവ നബഉൻ അദീം, അത് ഗൗരവമുള്ള ഒരു വർത്തമാനമാകുന്നു. അൻതും അൻഹു മുഅരിദൂൻ, നിങ്ങളാകട്ടെ മരണത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞവരായി നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. മരണത്തെ ഓർക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, മരണം എന്നത് നമുക്കറിയാം ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അതിനേക്കാൾ ഗൗരവം നമ്മിലേക്ക് വരാനുള്ള മരണത്തെ ഓർക്കാതിരിക്കലാണ്. മഹാനായ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഈ ദുനിയാവിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊരു ജീവിതം നൽകിയിട്ട് ആ ജീവിതത്തിൽ അവൻ നേരിടുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവനിലേക്ക് വരാനിരിക്കുന്ന മരണത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു ബോധമില്ലാതെ, അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ പഠിക്കാതെ, വരാനിരിക്കുന്ന ബർസഖിയായ ലോകത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകലാണ്. ഫൽവാജിബു അലൽ മുഅ്മിൻ അൽ-ഇസ്തിഅദാദു ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തുക എന്നത് ഏതൊരു മുസ്ലിമിന്റെ മേലും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, വഅഅലമു മിൻഹു ഗഫ്ലത്തുൻ അൻഹു, ആ മരണത്തെ സംബന്ധിച്ച് ഗഫ്ലത്തിലാവുക, അശ്രദ്ധരാവുക എന്നത് അത് വളരെയധികം ഗൗരവമേറിയ ഒരു കാര്യമാണ്. വൽഇറാദു അൻ ദിക്രി, മരണത്തെ ഓർക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് പിന്തിരിയുക എന്ന് പറഞ്ഞാൽ, വഖില്ലത്തു തഫക്കുരിൻ ഫീ, അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, വതർക്കുൽ അമൽ, അതിനുവേണ്ടി അമലുകൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകൾ, സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ നമുക്ക് മനസ്സിലാക്കി തരാണ്. വിശുദ്ധ ഖുർആനിലേക്കൊന്ന് നോക്കിയാൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിക്കേണ്ട രൂപത്തിലെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. ഹറാമിലേക്ക് പോകാതെ, തിന്മകളിലേക്ക് പോകാതെ നന്മകൾ ചെയ്ത് നിങ്ങൾ മുന്നേറണമെന്ന് പടച്ചറബ് പറഞ്ഞു. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കാൻ. ഇന്ന് ദുനിയാവിൽ വെച്ച് നമ്മോട് ചോദിച്ചാലോ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്ത് സ്വരുക്കൂട്ടി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഇത്ര സെന്റ് ഭൂമി എനിക്കുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ബിസിനസ്സുകളുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി ബാങ്കിൽ ഇത്ര ലക്ഷങ്ങൾ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്, ഞാൻ മരണപ്പെട്ടു പോയാലും എൻ്റെ മക്കൾ ഇവിടെ പട്ടിണിയാവില്ല, ഞാൻ മരണപ്പെട്ടു പോയാലും എൻ്റെ മക്കൾ വഴിയാധാരമാവുകയില്ല, അവർക്ക് നല്ല കെട്ടുറപ്പുള്ള വീടുണ്ട്, ബന്ധുമിത്രാദികളുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നു. നിന്നോട് ചോദിക്കുകയാണ്, പരലോകത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? അല്ലാഹു തആല നിന്നെ മരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ നിന്നെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നിനക്കവിടെ രക്ഷ ലഭിക്കണമെങ്കിൽ, രക്ഷപ്പെടാൻ വേണ്ടി എന്ത് പാതയെ നീ ഒരുക്കി എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് വിരല് കടിക്കും, ഒന്ന് മേലോട്ട് നോക്കും. പറഞ്ഞ പോലെ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? 5 നേരത്തെ നിസ്കാരം മാത്രം, അതിനപ്പുറം ഇല്ല, ഒന്നുമില്ല, ഒരു അമല് ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു അവസ്ഥയിലേക്കല്ല പ്രിയമുള്ളവരെ നമ്മൾ പോകേണ്ടത്. ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കിയാൽ, ഇന്ന് മഗ്രിബിന്റെ നിസ്കാരം കഴിഞ്ഞു, ഈ ഒരു സമയം വരെ നമ്മൾ എത്തി, നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? എത്ര ആളുകൾക്ക് ഈ ദീൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി? എത്ര ആളുകളെ നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു? എന്തെല്ലാം നന്മകൾ ചെയ്തു? എത്ര തസ്ബീഹുകൾ നമുക്ക് ചൊല്ലാൻ പറ്റി? എത്ര സുജൂദുകൾ, നിർബന്ധമായ നിസ്കാരങ്ങൾക്ക് പുറമെ എത്ര സുജൂദുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ രൂപത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരുന്നാൽ പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് നല്ലവണ്ണം കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. ആ മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. മരണസംബന്ധമായ ചിന്തകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, അക്ഫിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാവിധ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന, നമ്മൾ കരുതും ഇവിടെ കിട്ടിയ ഈ ഒരു സൗകര്യങ്ങൾ, ഇന്ന് നിർഭയത്വത്തോടുകൂടി നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നു, നല്ല വീടുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, പട്ടിണി പോലും കിടക്കേണ്ട ഒരവസ്ഥ നമുക്ക് അല്ലാഹു തആല വരുത്തി വെച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു അങ്ങനെ ഒരു ഖദർ നമ്മുടെ മേൽ ഇതുവരെ നൽകിയിട്ടുണ്ടാവുകയില്ല. പക്ഷെ നോക്കൂ നിങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മരണം എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം നിർത്തലായി പോകുന്ന ഒരു കാര്യം. എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇടുക്കമേറിയ, ഇരുൾ നിറഞ്ഞ, ഒരാൾക്കും
നമ്മുടെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത, പുറത്തുള്ള ആളുകളുടെ ശബ്ദമൊന്നും കേൾക്കാൻ കഴിയാത്ത 6 അടി മണ്ണിൽ നമ്മുടെ ശരീരത്തെ വെക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ തന്നെ പൂർണ്ണമായും ലൈറ്റെല്ലാം അണച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ നമുക്ക് സാധിക്കും. ഒരിക്കലും നമുക്ക് പേടിയുണ്ടാവും. ചെറിയൊരു ഭയമുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും, എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴേക്കും പ്രയാസം. എങ്കിൽ നമ്മുടെ മാതാപിതാക്കളില്ലാത്ത, നമ്മുടെ ശരീരം പൂർണ്ണമായും കുളിപ്പിച്ച് കഫൻ പുടവയിൽ ചുറ്റി വെള്ള വസ്ത്രങ്ങളാൽ ചുറ്റപ്പെട്ട അവസ്ഥയിൽ ഖബറിലേക്ക് വെച്ച് അവിടെ മലക്കുകൾ വന്ന് നമുക്ക് പരിചയമില്ലാത്ത ശബ്ദങ്ങൾ, നമുക്ക് പരിചയമില്ലാത്ത രൂപങ്ങൾ നമ്മൾ കണ്ട് നമ്മോട് ഈ രൂപത്തിലൊക്കെ ചോദിക്കുമ്പോൾ, മൻ റബ്ബുക്ക മാ ദീനുക്ക എന്നൊക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, അത് എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല അവിടെ നമ്മുടെ ശരീരത്തെ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിന്റെ ഇടുക്കം, ഇവിടെ ചെറിയൊരു വേദന പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നഖം വെട്ടുമ്പോൾ ആ നഖം ഒരൽപ്പം കയറ്റി വെട്ടിയാൽ ദിവസങ്ങളോളം അതിന്റെ വേദനയുമായി നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. നമുക്ക് പ്രയാസം ഉണ്ടാകും. ആ വിരല കൊണ്ട് പല ജോലികൾ നമുക്ക് ചെയ്യാൻ പോലും കഴിയില്ല. എങ്കിൽ നമ്മുടെ വാരിയെല്ലുകൾ പരസ്പരം കോർക്കുന്ന രൂപത്തിൽ ആ ഖബർ അങ്ങ് എടുക്കുമെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ കിടക്കുന്ന ആ ദിവസത്തിന് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു അൻസാരിയായ ഒരു സഹാബി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ ഏറ്റവും നല്ല അഫ്ളലായിട്ടുള്ള ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും ബുദ്ധിമാനായൊരു മുസ്ലിം മുഅ്മിനാരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? അക്തറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ സംബന്ധിച്ച് ധാരാളമായി ഓർക്കുന്ന, മരണസംബന്ധമായ ചിന്തകളുമായി ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും ബുദ്ധിമാനായ, ഏറ്റവും ബുദ്ധിയുള്ള ഒരു മുഅ്മിനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് നമ്മുടെ ആളുകൾ പറയുന്നത് എന്താ? നല്ല പഠിക്കും, എന്തെല്ലാം കാര്യങ്ങളെ പറ്റിയാണ് അറിവ്, ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും പറയും, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചോദിച്ചാൽ ഉരുള കുപ്പേരി എന്ന പോലെ എന്തു പറയാൻ കഴിവുള്ള വല്ലാത്തൊരു കഴിവാണ്, എന്തൊരു ബുദ്ധിയാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും പറഞ്ഞില്ല, ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറഞ്ഞില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? അവൻ മരണത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല പോലെ ഓർക്കുന്നവനാണ്, ഏറ്റവും നല്ല ബുദ്ധിയുള്ള ഒരു മുഅ്മിനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈക ലഖിയാസ്, മാത്രമല്ല ആ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയ ആളുകളാണ് ഏറ്റവും നല്ല ആളുകളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്, അദ്ദേഹം മരണത്തിന് മുന്നോടിയായി ആ മരണത്തിന്റെ വേദനയെല്ലാം ആസ്വദിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചുറ്റും കൂടിയ ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഒരുപാട് അമലുകളുണ്ട്, ഏറെ അള്ളാഹുവിലേക്ക് അടുപ്പമുള്ള ആളുകളാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയധികം പേടിക്കുന്നു? നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള തിന്മയെ ഓർത്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വൈക്കോലോ അതല്ലെങ്കിൽ ഒരു ഉണങ്ങിയോ കമ്പെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ഒരു കമ്പ് കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇതിനേക്കാൾ നിസ്സാരമാണ് ഞാൻ പാപത്തെക്കുറിച്ച് ഭയപ്പെടുന്നത്, പക്ഷെ എന്റെ പേടി അതല്ല. എന്റെ പര്യവസാനം, എന്റെ അവസാന നിമിഷം, ആ മരണസമയം എന്താകുമെന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളത് എന്ന് മഹാനായ സുഫിയാൻ സൗരി അദ്ദേഹം റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്. ഇതുപോലെ നമുക്ക് മരണത്തെ സംബന്ധിച്ച് നമ്മുടെ അവസാന നിമിഷം എങ്ങനെയാണ് എന്നൊരിക്കലും പറയാൻ കഴിയും. ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെടുന്നവർ, തൗഹീദിൽ നിലനിന്ന് ഒരുപാട് കാലഘട്ടം ജീവിച്ച് അവസാനം ദീൻ പോലും വേണ്ട എന്ന് പറഞ്ഞ് വെറും നിരീശ്വരവാദികളായി ജീവിച്ച് അതേപടി മരിച്ചുപോയ എത്ര ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹദീസുകൾ നിഷേധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിച്ച് ആ രൂപത്തിലെല്ലാം മരണപ്പെട്ടു പോയ എത്ര ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ എല്ലാം പര്യവസാനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ പര്യവസാനം നന്നായി തീരണമെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കണം. റബ്ബിനെ പറ്റി നല്ല ചിന്ത വേണം, മരണസംബന്ധമായ ചിന്തകൾ നമുക്ക് വേണം. അങ്ങനെ പടച്ച റബ്ബ് നമ്മെ എങ്ങാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ തൃപ്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ബിഅബ്ദിൻ ഖൈറൻ അസ്സലഹു. പ്രവാചകൻ പറയുകയാണ്, ഒരു അടിമയുടെ മേൽ നബി അല്ലാഹു തആല എങ്ങാനും ഒരു ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അവന് പടച്ച റബ്ബ് മധുരം നൽകുന്നതായിരിക്കും. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, വഹൽ തദറൂന മാ അസ്സലഹ്, ആ മധുരത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, എന്താണ് ആ മധുരമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല റസൂലെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുകയാണ്, യഫ്തഹുല്ലാഹു അസ്സ വജൽ ലഹു അമലൻ സാലിഹൻ ബൈന യദൈ മൗതിഹി
ഹത്താ യർദ അൻഹു ജീറാനുഹു ഔ മൻ ഹൗലഹു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതിനുള്ള ഒരു അവസരം പടച്ച റബ്ബ് അവന് കൊടുക്കും. ധാരാളമായി സുജൂദുകൾ ചെയ്യാൻ, ധാരാളമായി നന്മകൾ ചെയ്യാനുള്ള അവസരം അള്ളാഹു തആല അവനില് ധാരാളമായി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. സമ്പത്തുള്ള ഒരാളാണെങ്കിൽ സ്വതക്ക നൽകാനുള്ള അവസരങ്ങൾ പടച്ച റബ്ബിന് നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനിങ്ങനെ നന്മയിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണം. ഇത് ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ലാത്തൊരു പ്രാർത്ഥനയാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ സമയങ്ങളിലും ഈ ഒരു പ്രാർത്ഥന വേണം. എപ്പോഴാണ് നമ്മുടെ ഹൃദയം തെറ്റിപ്പോവുക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പലരുടെയും പല സംസാരങ്ങളും കേൾക്കും. അതിൽ നിരീശ്വരവാദ പ്രസ്ഥാനക്കാരുടെ സംസാരങ്ങൾ, രാഷ്ട്രീയപരമായ സംസാരങ്ങൾ, അതുപോലെ തന്നെ ദൈവനിഷേധ സംബന്ധമായിട്ടുള്ള സംസാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ദുർബലമായ ഹൃദയങ്ങളുള്ള ആളുകളാണ് നമ്മളെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരു പക്ഷേ അത് വഴിപിഴച്ചു പോകാൻ വലിയൊരു കാരണമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും റബ്ബിനോട് ഇതുപോലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഇതുപോലുള്ള പ്രാർത്ഥനകളെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു മേഖലയാണ് നല്ല പര്യവസാനം, നല്ല മരണം. നമ്മൾ വിചാരിക്കും പല ആളുകളും മരിച്ചു പോകുന്നു. നമ്മുടെ മരണത്തെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മരണമൊക്കെ കാണുമ്പോൾ അതിലൂടെ നമുക്ക് സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങണമെങ്കിൽ അതിൽ നല്ല മരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടാൻ കഴിയുക എന്നത്. മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ സംസാരത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അതിലൂടെ അവന് അള്ളാഹുവിന്റെ സ്വർഗം നിർബന്ധമായി തീർന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇതെല്ലാവർക്കും പറയാൻ കഴിയുമോ? ഇതെല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തൗഹീദിൽ ജീവിക്കുന്ന, അള്ളാഹുവിനെ മനസ്സിലാക്കി ആദ്യമേ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്ത് റബ്ബിനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ വന്നു. എന്നിട്ടൊരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്താണ് ആ സന്തോഷ വാർത്ത? അവന്റെ ജീവിതത്തിൽ ഷിർക്ക് എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്തിട്ടില്ല, തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നവനാണ് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലായിരിക്കും. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, അവൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവൻ ഇതുപോലെ മറ്റു ചില തിന്മകളെല്ലാം ചെയ്തു പോയിട്ടുണ്ടെന്നൊക്കെ അപ്പോഴും പറഞ്ഞു, തൗഹീദ് ഉള്ളത് കൊണ്ട് അവർക്ക് അതിന്റെ ശിക്ഷകൾ നൽകപ്പെട്ടാൽ പോലും പിന്നീട് അവർക്ക് അല്ലാഹു തആലയുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു കൊടുക്കാം. ചില സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. ആമിർ ബിൻ സാബിത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഓരോ നിസ്കാരങ്ങൾ കഴിയുമ്പോഴും കൈകൾ ഉയർത്തും. എന്നിട്ട് റബ്ബിനോട് പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മീതത്തുൽ ഹസന, നല്ല മരണം നീ എനിക്ക് നൽകണമെന്ന് റബ്ബേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ ചോദിച്ചു, എന്താണ് നല്ല മരണം? നല്ല മരണത്തെ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യതവഫാനി വഅന സാജിദുൻ, ഞാൻ സുജൂദ് ചെയ്യുന്നവനായിരിക്കെ മരണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു നല്ലൊരു മരണമാണെന്ന് മഹാനായ ആമിർ ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫഖാമ, എന്നിട്ട് അദ്ദേഹം നിന്ന് നിസ്കരിച്ചു. ഫഖാമ വസല്ല, അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്തു. ഫഖുബിദല്ലാഹു റൂഹഹു വഹുവ സാജിദ്, അദ്ദേഹം ആ സുജൂദിൽ കിടക്കുന്ന സമയത്ത് തന്നെ പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ റൂഹിനെ പിടികൂടുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? സുജൂദിൽ കിടന്ന് അങ്ങനെ ഇബാദത്ത് ചെയ്ത് എന്നെ മരിപ്പിക്കണമേ, അത് നല്ലൊരു മരണമായി അദ്ദേഹം കണ്ടിരുന്നു. ഇതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. എങ്ങനെ ഈ മരിച്ചു പോകാനല്ല, അല്ലാഹുവേ നിന്നെ ഇബാദത്ത് ചെയ്തു നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നവനായിക്കൊണ്ട് നിന്റെ മരണവുമായി ബന്ധപ്പെട്ടും നമ്മുടെ പര്യവസാനം നന്നാകുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളാണ്. ഈ രൂപത്തിൽ മരണപ്പെടുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈറായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മരണസംബന്ധമായിട്ടുള്ള ഇതുപോലുള്ള ചിന്തകൾ ധാരാളമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ 1-2 ഹദീസുകൾ മാത്രം പറഞ്ഞ് 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല മരണത്തിന്റെ അടയാളങ്ങളായി കൊണ്ട് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം തൗഹീദിൽ ജീവിച്ച് മരിക്കുക എന്നതാണ്. രണ്ടാമത്തേത്, എല്ലാ നിസ്കാരങ്ങളും നിർബന്ധമായ ഓരോ നിസ്കാരങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് അതേപടി മരണപ്പെടുക എന്നതും അതേ അവസ്ഥയിൽ നല്ലൊരു വ്യക്തിത്വമായി മരണപ്പെടുക എന്നതും, അഥവാ അവന് നൽകപ്പെട്ട ആയുസ് നല്ലപോലെ ഉപയോഗപ്പെടുത്തി മരിക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം,
ചില സ്വഹാബികൾ പറയുകയാണ്, ചില രോഗിയായ തൻ്റെ ഒരു സഹോദരനെ സന്ദർശിച്ചപ്പോൾ ആ സഹോദരൻ അദ്ദേഹത്തിന്റെ മരണവേളയിൽ നെറ്റിത്തടം വിയർത്ത നിലയിൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു അക്ബർ, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൗതുൽ മുഅ്മിനു ബിഅറഖിൽ ജബീൻ. നെറ്റിത്തടം വിയർത്ത അവസ്ഥയിൽ മരണപ്പെടുക എന്നത് അതൊരു നല്ല മരണത്തിന്റെ അടയാളമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സഹാബികൾ പറയുകയാണ്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വെള്ളിയാഴ്ച രാവിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതും നല്ല മരണത്തിന്റെ അടയാളമായി കൊണ്ട് അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണപ്പെടുക എന്നതും ഏറ്റവും നല്ലൊരു മരണമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ സ്വന്തം ജീവിതം അതല്ലെങ്കിൽ സ്വന്തം നമ്മുടെ വീടുകൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ അതിന്റെ സംരക്ഷണാർത്ഥം ആ സമയത്ത് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതും നല്ല മരണമായി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ നാടുകളിൽ വ്യാപകമായി പറയുന്ന ഒരു കാര്യമാണ്, ഒരാൾ മരണപ്പെട്ട ദിവസം മഴ പെയ്തു, ഖബറടക്കുന്ന സമയത്ത് നല്ലൊരു മഴ ഉണ്ടായി, അതല്ലെങ്കിൽ നല്ല പോലെ വേഗത്തിൽ ഖബറെടുക്കാൻ കഴിഞ്ഞു, അതിന്റെ പേരിൽ ചില ആളുകൾ പറയും എത്ര നല്ല വ്യക്തിയാണ് മരിച്ചത്, നല്ല മരണത്തിന്റെ അടയാളമായിക്കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് നമ്മുടെ നാടുകളിൽ ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതിലൊന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം അത് ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെടാത്ത, സ്വഹാബികൾ പഠിപ്പിച്ചു തരാത്ത, മുൻഗാമികൾ പഠിപ്പിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മരണസംബന്ധമായ ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഏത് സമയത്തും മരിക്കുമെന്ന ചിന്ത നമുക്ക് വേണം. അതല്ലാതെ മരണത്തെ മറന്ന് ദുനിയാവിന്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിനെ ധാരാളമായി ഓർക്കുകയും അതേ അവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പടച്ച റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.